എല്ലാവർക്കും ഗുരുകുലത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അടുത്തിടയ്ക്ക് PSC റിലീസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. ഒരു തൊഴിലവസരത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. VO അഥവാ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്ക് ഇപ്പോൾ PSC ആപ്ലിക്കേഷൻസ് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെയധികം ഡൗട്ടുകൾ കുട്ടികൾ നമ്മളോട് മെസ്സേജും ചാനലിലും ഒക്കെ ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നത്. ഈ ഒരു വീഡിയോയിൽ എന്താണ് ഇതിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ, പ്രധാനപ്പെട്ട ഡേറ്റുകൾ, സാലറി, ഏജ്, കഴിഞ്ഞ പരീക്ഷയുടെ ഡീറ്റെയിൽസ്, കഴിഞ്ഞ പരീക്ഷയിലെ കട്ട് ഓഫുകൾ, ഇതുവരെ എത്ര പേർക്ക് ജോലി കിട്ടി, ഇന്ന് ഈ സമയം വരെ എത്ര പേർക്ക് ജോലി കിട്ടി, എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കാം ഈ ഒരു എക്സാം നടത്തുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം. അപ്പം ഇതിനൊക്കെയുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനു മുമ്പ് ഗുരുകുലം വീടുകളിലിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ കൊണ്ട് റെഗുലറായിട്ട് കോച്ചിങ്ങിന് പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് വാട്സപ്പ് വഴി സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ, ഡെയിലി എക്സാംസ് ഉണ്ട്, വീക്ക്ലി എക്സാംസ് ഉണ്ട്, റിവിഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു കോച്ചിങ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊരു ലോങ് ടൈം കോച്ചിങ് ആണ്, ഒരിക്കലും ഒരു ക്രാഷ് കോഴ്സ് അല്ല. നമ്മൾ ഓരോ ദിവസവും ചെറിയ ടോപ്പിക് എടുത്ത് പൂർണ്ണമായിട്ടും പഠിച്ച് തീർത്തായിരിക്കും പോവുക. അപ്പോൾ അത്തരത്തിലുള്ള കോച്ചിങ്ങിന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന സ്ക്രോളിംഗ് നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. സോ ഇനി നമുക്ക് VOയുടെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോക്കാം. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 267/2018 ആണ്. 267/2018. ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 30/1/2019 രാത്രി 12 മണി വരെയാണ്. 30/1/2019 രാത്രി 12 മണി വരെ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് kerala.psc.gov.in ആണ്. എല്ലാവർക്കും അറിയാം PSCയുടെ സൈറ്റ്, കേരള PSCയുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ആരെങ്കിലും ഇതുവരെയും PSCയുടെ സൈറ്റിൽ കയറിയിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അക്ഷയ വഴിയൊക്കെ പോയിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന യോഗ്യതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുവരെ ഈ ഒരു നോട്ടിഫിക്കേഷൻ PSC സൈറ്റിൽ ആക്ടിവേറ്റ് ആയിട്ടില്ല. ഏകദേശം ഒരു ശനിയാഴ്ച ഞായറാഴ്ചയോടുകൂടി മിക്കവാറും ആക്ടിവേറ്റ് ആവേണ്ടതാണ്. ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് 20,000 മുതൽ 45,800 വരെയാണ്. സാലറി എന്ന് പറയുന്നത് 20,000 രൂപ മുതൽ 45,800 വരെയാണ്. അപ്പം സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു 32,000 രൂപ പ്ലസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് സ്റ്റാർട്ടിങ്. വേക്കൻസി എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് ആണ്, അതായത് പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത്. ഇത്ര ഒഴിവൊന്നും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ എല്ലാവർക്കും അറിയാതിരിക്കാം. ഇത് ഡിസ്ട്രിക്ട് ലെവൽ എക്സാം ആണ്, അതായത് LDC LGS പോലെ ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നായിരിക്കും ആളുകളെ സെലക്ട് ചെയ്യുക. നമുക്ക് ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ആ ഡിസ്ട്രിക്റ്റിൽ നടന്ന എക്സാംസിൽ നിന്ന് അവിടെ നിന്ന് കുട്ടികളെ സെലക്ട് ചെയ്യുക. ഒരിക്കലും എക്സാംസ് ഒന്നും സ്റ്റേറ്റ് വൈഡ് ആയിരിക്കില്ല. പ്രായം എന്ന് പറയുന്നത് 19 മുതൽ 36 വരെയാണ്. 19 വയസ്സിനും 36 വയസ്സിനും ഇടയ്ക്കുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൂടെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, വയസ്സിളവുകൾ. ഇപ്പോൾ SC ആണെങ്കിൽ 5 വർഷം, OBCക്ക് ആണെങ്കിലും 3 വർഷം. എക്സ് സർവീസ്മാൻ, വിധവകൾ, അംഗവൈകല്യമുള്ളവർക്ക് അവർക്കൊക്കെ നിയമാനുസൃതമായിട്ടുള്ള ഇളവുകളും ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ 2/1/82 1/1/99 ഇടയ്ക്ക് ജനിച്ച യോഗ്യതയുള്ള എല്ലാവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 2/1/82 1/1/99 ഈ ഡേറ്റ് ഉൾപ്പെടെ, ഈ ഡേറ്റിൽ ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഡേറ്റ് ഉൾപ്പെടെ ഇതിൻ്റെ ഉള്ളിൽ ജനിച്ച ആർക്ക് വേണമെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും അറിയാതിരിക്കാം, SSLC ആണ്. SSLC അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ള ആർക്ക് വേണമെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ യോഗ്യത, ഇതിൻ്റെ സാലറി, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്, ഏജ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിന് മുമ്പ് എക്സാം നടത്തിയത് 2016 ഇതിന് മുമ്പ് എക്സാം നടത്തിയത് 2016. ആ ഒരു എക്സാമിൽ ഏതൊക്കെ ജില്ലകളിൽ എത്രയായിരുന്നു കട്ട് ഓഫ്, എത്ര പേർക്ക് ഇതുവരെ ജോലി കിട്ടി എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ആ ഒരു ടേബിൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എവിടെ അപ്ലൈ ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നതാണ്. തിരുവനന്തപുരത്ത് കട്ട് ഓഫ് 70.33 ആയിരുന്നു. ഇതുവരെ 143 പേർക്കാണ് അവിടെ ജോലി ലഭിച്ചിരിക്കുന്നത് ഇന്നുവരെ. കോട്ടയത്ത് 62 കട്ട് ഓഫ്, ഇന്നുവരെ 69 പേർക്ക് ജോലി കിട്ടി. കണ്ണൂരിൽ 58.33 98 പേർക്ക് ജോലി കിട്ടി. വയനാട്
57 കട്ട് ഓഫ്. ഇതുവരെ 26 പേർക്ക് ജോലി കിട്ടി. അപ്പോൾ ഈ ഒരു വീഡിയോ പോസ് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതൊക്കെ ജില്ലകളിൽ എത്രയായിരുന്നു കട്ട് ഓഫ് എന്നും അതുപോലെ എത്ര പേരെ എടുത്തു എന്നും അറിയാൻ പറ്റുന്നതാണ്. ഇതിൽ കാണാൻ പറ്റുന്നതാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നത് എന്നത്തെയും പോലെ ട്രിവാൻഡ്രത്താണ്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ്. 70.33 ആയിരുന്നു കട്ട് ഓഫ്. ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നത് വയനാടാണ്. 57 ആയിരുന്നു വയനാട്ടിലെ കട്ട് ഓഫ്. എല്ലാവർക്കും അറിയാം ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് എക്സാം എളുപ്പമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മുകളിലേക്ക് ഉയരും. എക്സാം ടഫ് ആണെങ്കിൽ കട്ട് ഓഫ് താഴ്ത്തേക്ക് തന്നെ വരും. കട്ട് ഓഫ് എന്ന് പറയുന്നത് എക്സാമിൻ്റെ എളുപ്പത്തിനെയും പാടിനെയും എഴുതിയ കുട്ടികളുടെ എണ്ണത്തെയൊക്കെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ ഒഴിവുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് കട്ട് ഓഫ് വരുന്നത്. നോക്കുവാണെങ്കിൽ ടോട്ടൽ കാണാൻ പറ്റും. ഏകദേശം ഒരു ആവറേജ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 65 ടോട്ടൽ എടുക്കുവാണെങ്കിൽ ഒരു ആവറേജ് 65 കട്ട് ഓഫ്. ഏറ്റവും കൂടുതൽ ജോലി ലഭിച്ചത്, ഏറ്റവും കൂടുതൽ അഡ്വൈസ് ലഭിച്ചത് മലപ്പുറത്ത് നിന്നാണ്. 231 പേർക്ക് മലപ്പുറത്ത് നിന്ന് അഡ്വൈസ് ലഭിച്ചപ്പോൾ ഏറ്റവും കുറവ് ലഭിച്ചത് വയനാട്ടിൽ നിന്നാണ്. 26 പേർക്കാണ് വയനാട്ടിൽ നിന്നും അഡ്വൈസ് ലഭിച്ചത്. അത്രേ പേർക്ക് ലഭിച്ചുള്ളൂ. മലപ്പുറത്ത് 231, വയനാട് 26. ബാക്കി ഏകദേശം ഒരു 10ഓളം ജില്ലകളിൽ നിന്നും 100 പേർക്ക് മുകളിൽ ലഭിക്കുകയുണ്ടായി. കാസർഗോഡ് 33 പേർക്ക് ലഭിച്ചുള്ളൂ. അങ്ങനെ ടോട്ടല് ഇന്ന് വരെ 1563 പേർക്കാണ് ജോലി ലഭിച്ചിരിക്കുന്നത്. 1563 പേർക്ക്. അപ്പം ഇതിൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി ഏകദേശം തീരാറായി. ഒരു 2000ഓളം ഒഴിവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം വരുന്ന ഈ നടത്താൻ പോകുന്ന എക്സാമിന് നമുക്ക് ഏകദേശം ഈ റേഞ്ചിലുള്ള അല്ലെങ്കിൽ ഇതിലും കൂടുതലുള്ള ഒരു ഒഴിവുകൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു 2000ഓളം ഒഴിവുകൾ ഇതിന് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ഈ ടേബിൾ കാണുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ ലഭിച്ചത് മലപ്പുറത്താണ്, ഏറ്റവും കുറവെന്നുള്ളത് വയനാടാണ്. നിങ്ങൾക്ക് സ്വന്തം പഠനത്തിൽ അത്ര വിശ്വാസമില്ല, കൂടുതൽ ചാൻസ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഏറ്റവും കൂടുതൽ ഒഴിവുകൾ കാണുന്ന സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മലപ്പുറത്ത് ഈ പോയ വർഷം 231 വരെ എടുത്തു എന്ന് കരുതി ഇനി വരുന്ന ലിസ്റ്റിൽ നിന്നും അത്രയും പേരെ എടുത്തു കൊള്ളണം എന്നില്ല. ഇനി ഒരു പേഴ്സണലായിട്ട് അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ ശരിക്കും പഠിക്കാൻ അല്ലെങ്കിൽ ശരിക്കും അധ്വാനിക്കാൻ തീരുമാനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ജില്ലകളിലും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം സ്വന്തം ജില്ലയിൽ നിന്നുകൊണ്ട് തന്നെ, ഇപ്പം സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ജോലി ചെയ്ത് വീട്ടിലൊക്കെ വന്ന് അങ്ങനെ പോകണം എന്നൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര ഒഴിവുകൾ കുറവാണെങ്കിലും സ്വന്തം ജില്ല സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും പഠിക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് ഒരു ഒഴിവുണ്ടെങ്കിലും അവിടെ തീർച്ചയായിട്ടും കയറി പറ്റാൻ ആവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ പഠന രീതിയൊക്കെ കണക്കിലെടുത്ത് ഈ ഒരു ടേബിളും കണക്കാക്കി നിങ്ങൾക്ക് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് സ്വയം തീരുമാനിക്കുക. സ്വയം ശരിക്കും അധ്വാനിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എവിടെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്വന്തം നാട്ടിൽ നല്ല ഹൈ സാലറിയിൽ ഡെയിലി അത്യാവശ്യം വീട്ടിലൊക്കെ വന്ന് പോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ജോബാണത്. അതുകൊണ്ട് സ്വന്തം നാട്ടിൽ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ടോട്ടലായിട്ട് നടന്നൊരു അഡ്വൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ വർഷം 2000-നടുത്ത് ഒഴിവുകൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സിലബസ് നോക്കാം. നമുക്ക് സിലബസ് എങ്ങനെ പഠിക്കണം എന്ന കാര്യങ്ങൾ നോക്കാം. സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് LDC ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ടത്. അതായത് നടത്തുന്ന എക്സാം 10th ലെവലാണെന്ന് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ആണ്. അതായത് നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യുന്നത് LDC ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതായത് ബേസാണ്, PSCയുടെ ബേസാണ് ശരിക്കും ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ സിലബസ് നോക്കാം നമുക്ക്. സിലബസിൽ എല്ലാവർക്കും അറിയാം LDC ലെവലിൽ മസ്റ്റായിട്ട് മാത്സിൻ്റെ 20 ഉണ്ടായിരിക്കും. കണക്ക് ഭാഗത്തു നിന്ന് 20 മാർക്കിൻ്റെ ചോദ്യം മസ്റ്റാണ്. ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന് 20 മാർക്കിൻ്റെ ചോദ്യം മസ്റ്റാണ്. മലയാളം ഭാഗത്തു നിന്നും 10 മാർക്കിൻ്റെ ചോദ്യം മസ്റ്റാണ്. അങ്ങനെ 50 മാർക്കിൻ്റെ ചോദ്യം അവിടെ തന്നെ ഫിക്സ് ആയിട്ട് വരും. ഇതിൽ മാത്സ് എന്ത് പഠിക്കണമെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു LDCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നത് എന്താണ് പഠിക്കേണ്ടതെന്ന്. ഇംഗ്ലീഷും അതുപോലെ തന്നെ, മലയാളം അതുപോലെ തന്നെ. അപ്പം LDCയുടെ കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പം ആ ഒരു സ്ട്രക്ചർ തന്നെയായിരിക്കും നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അപ്പം മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്ന് ഏകദേശം 50 മാർക്കിൻ്റെ ചോദ്യം മസ്റ്റായിട്ട് ചോദിച്ചിരിക്കും. ഇനിയാണ് അടുത്തുള്ള 50 മാർക്കാണ് ട്രിക്കി പാർട്ട് എന്ന് പറയുന്നത്. അതിൽ കറണ്ട് അഫയേഴ്സ് ഏകദേശം 10 മാർക്കിൻ്റെ വരെ ചോദിക്കാവുന്നതാണ്. കറണ്ട് അഫയേഴ്സ് 8, 9, 10 ആ ഒരു റേഞ്ചിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒരു മാക്സിമം 10 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ്. സയൻസ് 10 മാർക്കിൻ്റെ. സയൻസ് ഏകദേശം മിക്കപ്പോഴും 10 മാർക്കിന് ചോദിക്കാറുണ്ട്. 8, 9, 10 എന്ന റേഞ്ചിൽ 10 മാർക്കിൻ്റെ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. സയൻസിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഓക്കെ, അപ്പോൾ സയൻസ് 10 മാർക്കിൻ്റെ ആയി. അപ്പോൾ ഇപ്പോൾ എത്രയായി? ഇപ്പോൾ മൊത്തം 70 മാർക്കിൻ്റെ ആയി. ബാക്കി 30 മാർക്കിന് നമുക്ക് വേണമെങ്കിൽ ടോട്ടലായിട്ട് GK ഉൾപ്പെടുത്താം. ബാക്കി GK ഭാഗത്ത് നിന്ന് ഒരു 30 മാർക്കിനോട് ചോദിക്കാം. ഈ GKയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് വെച്ചാൽ നവോത്ഥാനത്തിൽ നല്ലൊരു മാർക്ക് പ്രതീക്ഷിക്കാം. നവോത്ഥാനത്തിന് 5 or 6 മാർക്ക് പ്രതീക്ഷിക്കാം. നവോത്ഥാനമുണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്, കേരള പൊളിറ്റിക്സ് ഉണ്ട്, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, മിഡീവിയൽ ഇന്ത്യ ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ടൈം ഉണ്ട്.
ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം മുതൽ നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യം 1947 വരെയുള്ള കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രധാനപ്പെട്ട കമ്മീഷനുകൾ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ഗുരുകുലം, ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ വളരെ പ്രധാനപ്പെട്ടവ ചെയ്തതാണ് പൂർണ്ണമായിട്ടും. അപ്പോൾ ക്ലാസ് കാണാതെ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ ഭാഗങ്ങൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കമ്മീഷൻസ് ചോദിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ, പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ, അപ്പോൾ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും പഠിക്കേണ്ടതാണ്. അപ്പോൾ ജി കെ എന്ന് പറയുന്ന ഒരു വൈഡ് ഏരിയയാണ്. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസ് ആയിട്ടുള്ള ഒരു പോർഷൻസ് അതിനകത്തുണ്ട്. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറയുന്നതാണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇത് കൃത്യം മനസ്സിലാവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് നമ്മുടെ എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഈ പഞ്ചവത്സര പദ്ധതികൾ, അത്തരം സ്കീംസുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. സ്കീംസ് മീൻസ് പഞ്ചവത്സര പദ്ധതികളാണ് ഉദ്ദേശിച്ചത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ഇന്ത്യയിലെ പൊളിറ്റിക്സ്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ്, അവരുടെ പ്രത്യേകതകൾ, അതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇതാണ് ഈ ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ LDC ലെവൽ തന്നെ ആയിരിക്കും. LDCയുടെ അതേ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്താൽ മതി. മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്ന് ടോട്ടൽ 50 ഉണ്ടായിരിക്കും. പിന്നെ കറണ്ട് അഫയേഴ്സ് 10, സയൻസ് 10, അപ്പോൾ 70 ബാക്കി ജി കെ എന്ന് പറഞ്ഞാൽ 30. ജി കെയിൽ ഉറപ്പായിട്ടും മസ്റ്റായിട്ട് പഠിക്കേണ്ട ഫസ്റ്റ് കേസാണ് കേരള നവോത്ഥാനം. പിന്നെ കേരള ജോഗ്രഫി, ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ആ ഒരു ടൈമിലുള്ള ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ കാര്യം, പിന്നെ പഞ്ചവത്സര പദ്ധതികൾ, കമ്മീഷൻസ്, ഇതൊക്കെ ഓർഡറിൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു LDC ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടാത്തതെന്ന്. ഇനി എങ്ങനെ പഠിക്കണമെന്ന് നോക്കാം. എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ മെത്തേഡാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടൊരു റാങ്ക് ഫയൽ എടുത്ത് തുറന്ന് പഠിക്കാതിരിക്കുക. ആദ്യമേ തന്നെ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു നല്ല തുടക്കമാണെന്ന് തോന്നുന്നില്ല റാങ്ക് ഫയൽ എടുത്ത് വെച്ച് പഠിക്കുക എന്നുള്ളത്. കാരണം ഇതൊരു ബൾക്കായിട്ടുള്ള ഏരിയ ആണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, LDC ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ LDC LGS എന്ന് പറയുന്നതാണ് PSCയുടെ ബേസ്. അപ്പോൾ അത് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഐഡിയ കിട്ടും ചില പോർഷൻസ് PSC ആവർത്തിക്കുന്നുണ്ടെന്ന്. ഇപ്പം കേരള നവോത്ഥാനത്തിൻ്റെ 2-3 പേര്, കേരള ജോഗ്രഫിയിലെ ചില റിവേഴ്സ്, മലകൾ, അത്തരം കാര്യങ്ങൾ, ഡാമുകൾ. അപ്പം ഇത്തരത്തിലുള്ള LDC LGS +2 ലെവൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഒരു അടിസ്ഥാനം നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ LDS LGS +2 ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ കൂടുതൽ മോഡൽ ടെസ്റ്റ് ചെയ്യുക. മോഡൽ ടെസ്റ്റ് ഒത്തിരി അവൈലബിൾ ആണ്. ബുക്ക് സ്റ്റാളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 ലെവലും 10th ലെവലൊക്കെ അല്ലെങ്കിൽ LGS ലെവലൊക്കെ മോഡൽ ടെസ്റ്റിൻ്റെ ബുക്കുകൾ കിട്ടുന്നതാണ്. ഇനി ചെയ്യുമ്പോൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരു മണിക്കൂറൊക്കെ ടൈം വെച്ച് 100 ക്വസ്റ്റ്യൻസ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. അതിനുശേഷം എവിടെയാണ് മാർക്ക് പോയത് എന്ന് നോക്കുക. ഏത് പോർഷനിലാണ് എനിക്ക് മാർക്ക് പോയതെന്ന് നോക്കുക. അപ്പം ആ പോയ പോർഷനാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത്. ആ വീക്ക്നെസ് നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ആ പോയ മാർക്കുകൾ, ആ പോയ പോർഷൻസ് വീണ്ടും എടുത്തു വെച്ച് ഒരു റാങ്ക് ഫയൽ സഹായത്തോടു കൂടി കൂടുതൽ മനസ്സിലുറപ്പിച്ച് പഠിക്കുക. തെറ്റിപ്പോയ ഓരോ ചോദ്യങ്ങളും അപ്പം തന്നെ പഠിക്കാനും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകൾ, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കയ്യിലുള്ള റാങ്ക് ഫയൽ എടുത്തു വെച്ചിട്ട് തുറന്നു നോക്കി പൂർണ്ണമായിട്ട് ഒന്നിച്ച് പഠിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോഴും നിങ്ങൾ കൂടുതൽ സ്ട്രെങ്തനായിട്ട് വരും, കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. ആദ്യം പറഞ്ഞ കറണ്ട് അഫയേഴ്സ് 10 മാർക്കിന് ഉണ്ടെന്ന് പറഞ്ഞു. ഏകദേശം കഴിഞ്ഞ 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ മാക്സിമം കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ മതി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ 2018 പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ പഠിക്കുക. 2016, 17, 18 ഈ ഒരു കാലയളവിലുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ പഠിച്ചിരിക്കാൻ ശ്രമിക്കുക. അവാർഡുകൾ വെച്ചാൽ നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള ഓടക്കുള്ള അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, അത്തരം അവാർഡുകൾ പഠിക്കുക. ദേശീയമായിട്ടുള്ള അവാർഡുകൾ, സിനിമ അവാർഡുകൾ, ഓസ്കാറുകൾ, നോബലുകൾ, ടെന്നീസ് ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, ഇത് പഠിക്കുക. അത്തരത്തിലുള്ള ടെന്നീസിൽ പ്രധാനപ്പെട്ട ആരൊക്കെയാണ് നേടിയതെന്ന്, പിന്നെ വേൾഡ് കപ്പ് ക്രിക്കറ്റ്, ഫുട്ബോൾ, അതിൻ്റെ വെന്യൂ മീൻസ് വേദികൾ, വരാൻ പോകുന്ന വേദികൾ, കഴിഞ്ഞ വേദികൾ, ആരൊക്കെയാണ് ജയിച്ചത്, അവിടെ നിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത് കറണ്ട് അഫയേഴ്സിൽ നിന്നും. അപ്പം ഇതാണ് ഒരു സിലബസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ LDC ലെവലാണ് സിലബസ് പഠിക്കേണ്ടത്. കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് സ്വന്തം വീക്കൻസ് സ്വയം തിരിച്ചറിഞ്ഞ് കൂടുതൽ വർക്കൗട്ട് ചെയ്താണ് പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, എന്താണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, എത്രയൊക്കെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകൾ, ഒഴിവുകൾ, എങ്ങനെ പഠിക്കണം, എന്താണ് സിലബസ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അടുത്ത ക്ലാസ്സുകളിൽ ഈ വീഡിയോയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും കൂടുതൽ അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള ഒഴിവുകളെക്കുറിച്ച് ഇത്രമാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോസ് ചെയ്യണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ചും
തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ആദ്യം ഗുരുകുലം പറഞ്ഞ പോലെ കൃത്യമായിട്ട് കോച്ചിങ്ങിന് പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് ഗുരുകുലം കൊടുക്കുന്ന സ്പെഷ്യൽ HD വാട്സപ്പ് ക്ലാസ്സുകൾക്കായിട്ട് താഴെ സ്ക്രോളിംഗ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന വ്യക്തിയാണെങ്കിൽ ഗുരുകുലത്തിൻ്റെ ക്ലാസ്സുകൾ മുടങ്ങാൻ ലഭിക്കുന്നതിനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതെ ഇരിക്കുക. അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ സുനിൽ. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവർക്കും വിഷസ്. ജയ് ഹിന്ദ്. വന്ദേ മാതരം.